ചില ലിബറലുകൾ ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നത് കുറച്ചൊക്കെ നല്ലതാണ്, ഇറാനിലെ ആളുകൾക്ക് നല്ലതാണെന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. ലിബറൽ എന്ന് പറയാൻ പറ്റില്ല, മിത്രങ്ങളും അതുപോലെ നാസ്തിക മോർച്ചക്കാരും. അതിലവർ പറയുന്ന കാര്യം, അവിടെ ഇപ്പോൾ ജനാധിപത്യമില്ലല്ലോ, അവിടെ ഒരു മതാധിപത്യമാണല്ലോ. അപ്പോൾ അമേരിക്ക ഇടപെട്ടിട്ട് അവിടെ ഒരു നല്ല ഭരണമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾക്ക് നല്ലതാണല്ലോ. യഥാർത്ഥത്തിൽ അമേരിക്ക ആഗ്രഹിക്കുന്ന അവിടെ ജനാധിപത്യം വരാനാണോ? അവിടെ ഓൾറെഡി ഒരു ജനാധിപത്യമുണ്ട്, ഒരു ജനാധിപത്യം അവിടെ ഉണ്ട്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പൊസിഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അമേരിക്ക യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? മറ്റ് അറബ് രാജ്യങ്ങളിലുള്ളതുപോലെയും GCC രാജ്യങ്ങളിലുള്ളതുപോലെയുമുള്ള ഭരണകൂടത്തെ കൊണ്ടുവരാണ്. ഒരു രാജാവിനെ കെട്ടിയിറക്കാനാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നത്. അതായത് ഇറാഖിലേക്ക് യുദ്ധത്തിന് ചെല്ലുമ്പോൾ എന്തായിരുന്നു അന്നത്തെ തമാശ? എന്തായിരുന്നു? ഡോണ്ട് ഓപ്പൺ ദ ഡോർ, ഡെമോക്രസി ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പട്ടാളക്കാരുടെ പടം വെച്ചിട്ടുള്ള മീംസ് എന്ന് ഇറങ്ങുമായിരുന്നു. അതുപോലെ ഇതെന്താ പ്രശ്നം? ഡോണ്ട് ഓപ്പൺ ദ ഡോർ, കിങ് ഈസ് കമ്മിങ് എന്നുള്ളതാണ്. രാജാവിനെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ യുദ്ധം എന്തോ ഒരു വലിയ ജനാധിപത്യം ഇറാനിൽ കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് വാദിക്കുന്നവരോട് ഈ ഒരു യാഥാർത്ഥ്യം ഓർക്കണം. അവർ രാജാവിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഒരു ജനാധിപത്യ സർക്കാരിനെ മാറ്റി ഒരു രാജാവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അമേരിക്ക യുദ്ധം ചെയ്തെന്നുകൂടി ഓർക്കുക. അപ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ അമേരിക്കയിൽ യുദ്ധം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ സാമ്പത്തികമായി ഇത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധച്ചെലവ് മാത്രമല്ല, ഷിപ്പിംഗ്, ഓയിൽ ഇൻഡസ്ട്രി, എല്ലാ അർത്ഥത്തിലും ഇത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ട്രംപിന് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാക്കുക വളരെ പെട്ടെന്ന് എന്നുള്ളതാണ്. അത് ചെയ്യാതെ ഇത് 2 ആഴ്ചയല്ല 3 ആഴ്ച പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റും.